ഹായ് ഓൾ അസ്സലാമു അലൈക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. ഇഫ്താറിനും ഇനി ചൂടുകാലത്തൊക്കെ നമുക്ക് ദാഹമൊക്കെ മാറാനും ക്ഷീണം മാറാനും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വാട്ടർ മെലൺ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വത്തക്കൻ്റെ ആദ്യം മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്ന് കുരുവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രിങ്ക് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് മുഴുവൻ തന്നെ വാട്ടർ മെലൺ തീരെ വേസ്റ്റ് ആകാതെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ വെള്ളഭാഗം വരെ മുഴുവൻ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് മാറ്റാം കേട്ടോ. നമ്മൾ സാധാരണ വത്തക്ക വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സ്പൂൺ കൊണ്ട് ചുരണ്ടിയിട്ടാണെങ്കിലും ഇത്ര മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ല. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ പിന്നെ അത് കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ വെള്ളം ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഇട്ടിട്ട് പഞ്ചസാര കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കാം. ഞാൻ പക്ഷേ പഞ്ചസാര മാത്രം ചേർത്തിട്ടാണ് ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കുന്നത്. നല്ല പേസ്റ്റായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് സബ്ജാ സീഡ് ഒന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഇത് 2 ടേബിൾ സ്പൂണൊക്കെ മതി. അത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നന്നാറി സർബത്തും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണ് ആവശ്യം അനുസരിച്ച് സർബത്ത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വത്തക്ക കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് പിന്നെ അരിച്ചെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കുരുവൊന്നുമില്ലാതെ ഇതേപോലെ പെട്ടെന്ന് തന്നെ അരിച്ചെടുത്തിട്ട് ഇതേപോലെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ സാധാരണ നമ്മൾ വത്തക്ക വെള്ളം ഇങ്ങനെ ഉടച്ചിട്ട് പിന്നെ കുടിക്കണേക്കാളും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. പിന്നെ അതിലേക്ക് നമ്മൾ നന്നാരി സർബത്തും ചെറുനാരങ്ങ നീരും ഒക്കെ ചേർത്തതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പുതിനയില കൂടി ഒരു 4-5 അല്ലി ചതച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് ഇതേപോലെ മിക്സാക്കിയിട്ട് സെർവ് ചെയ്താലും മതി. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സിലേക്ക് ഇതേപോലെ ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്താൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഡ്രിങ്കുമാണ്. ദാഹവും ക്ഷീണമൊക്കെ മാറാൻ പറ്റുകയും ചെയ്യും. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുമാണ്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പെരുന്നാളിനും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡ്രിങ്ക്സിൻ്റെ റെസിപ്പീസൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ ഇൻഷാ അല്ലാഹ്. പുതിയൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം.